പ്രഭാഷകന്റെ പുസ്തകം പറയുന്നു, 18-ാം 10-ാമത്തെ തിരുവചനം, നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഏതാനും വത്സരങ്ങൾ സമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലെയും ഒരു മണൽത്തരി പോലെയും മാത്രം. ഒന്നുകൂടി കേട്ടേ, നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഏതാനും വത്സരങ്ങൾ സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം പോലെയും ഒരു മണൽത്തരി പോലെയും മാത്രം. നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ എനിക്ക് വിജ്ഞാനം തന്നു. മനുഷ്യന്റെ അക്ഷീണമായ ബുദ്ധി ശതാബ്ദങ്ങളായി സൃഷ്ടിച്ച ചിന്തകൾ മുഴുവൻ ഒരു ഉരുളയായി എൻ്റെ തലച്ചോറിലുണ്ട്. ഞാൻ നിങ്ങളെല്ലാവരെയും കാളും സമർത്ഥനാണെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ നിങ്ങളുടെ ഈ ഗ്രന്ഥങ്ങളെല്ലാം വെറുക്കുന്നു. ലോകത്തിൻ്റെ അനുഗ്രഹങ്ങളെയും വിജ്ഞാന സഞ്ചയത്തെയും എല്ലാം ഞാൻ വെറുക്കുന്നു. സകലതും ശൂന്യം, ശുഷ്കം, സ്വപ്നാത്മകം, മരീചിക പോലെ മായാമയം. നിങ്ങൾ എത്ര ബുദ്ധിമാനായാലും അഹംഭാവിയായാലും സുന്ദരനായാലും എലി മണ്ണിനെന്ന പോലെ മരണം നിങ്ങളെ ഈ ഭൂമുഖത്ത് നിന്ന് തൂത്തെറിയും. നിങ്ങളുടെ ചരിത്രവും നിങ്ങളുടെ പ്രതിഭാശാലികളുടെ അമരത്വവും എല്ലാം കൽക്കരി പോലെ കത്തിച്ചാമ്പലായി പോകും. നിങ്ങൾക്ക് ഭ്രാന്താണ്. നിങ്ങൾ തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞു. നിങ്ങൾ അസത്യത്തെ സത്യമായും വൈരൂപ്യത്തെ സൗന്ദര്യമായും അനുസരണത്തെ പുണ്യമായും കാണുന്നു. കരുണയെ നിങ്ങൾ മറക്കുന്നു. ആപ്പിൾ മരങ്ങളെയും മധുര നാരകങ്ങളെയും പെടുന്നനെ തവളകളെയും ഓന്തുകളെയും കാക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ അത്ഭുതപ്പെടില്ലേ? റോസാപ്പൂവിന് കുതിരയുടെ വിയർപ്പിന്റെ ഗന്ധമാണെങ്കിൽ നിങ്ങൾ അത്ഭുതപ്പെടില്ലേ? അതുപോലെ സ്വർഗത്തിന് പകരം ഭൂമി മതി എന്ന് പറയുന്ന നിങ്ങളെപ്പറ്റി ഞാൻ അത്ഭുതപ്പെടുന്നു. എനിക്ക് നിങ്ങളെ മനസ്സിലാക്കേണ്ട. കർത്താവിന്റെ വചനം മാത്രം നിലനിൽക്കുന്നു. ആന്റൺ ചെക്കോവിന്റെ പന്തയം എന്ന കഥയിലെ സുന്ദരമായ വാക്കുകളാണിട്ടത്. ആ കഥയിൽ പണ്ഡിതന്മാരും പൗരപ്രമുഖന്മാരടങ്ങുന്ന ഒരു സുഗത് മണ്ഡലത്തിൽ വധശിക്ഷയുടെ ധാർമ്മികതയെക്കുറിച്ചാണ് വലിയൊരു സംവാദം നടക്കുകയാണ്. വധശിക്ഷയ്ക്കും ജീവപര്യന്ത തടവിനും അനുകൂലമായും പ്രതികൂലമായും വാദങ്ങളും മറുവാദങ്ങളും ഉയരുന്നു. രണ്ടിലൊന്ന് സ്വീകരിക്കാൻ എന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ ജീവപര്യന്തം തടവ് മതി എന്ന് പറയുമെന്ന് പ്രഖ്യാപിച്ച യുവാവായ വക്കീലിനോട് അതൊരു പച്ചക്കള്ളമാണ്. ഞാൻ 2 ലക്ഷം രൂപയിൽ പന്തയം വയ്ക്കുന്നു. നിങ്ങൾ തടവ് മുറിയിൽ 5 കൊല്ലം തികച്ചു കിടക്കുകയില്ല എന്ന് വെല്ലുവിളിക്കുകയാണ് കേട്ടോ. ഈ കഥയുടെ മനോഹരമായ വാചകമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അങ്ങനെ പന്തയം ആരംഭിച്ചു. വെല്ലുവിളിക്കുന്ന ഒരു ബാങ്കറാണ്. ഈ ബാങ്കറുടെ വീട്ടിൽ ഉദ്യാനത്തോട് ചേർന്ന മുറിയാണ് വക്കീലിന്റെ ജയിലറ. അവിടെ സ്വയം സ്വീകരിച്ച് തടവിൽ അയാൾ 15 കൊല്ലം കഴിയുന്നുണ്ട്. പുസ്തക പാരായണമാണ് പ്രധാന ജോലി. വായിച്ച മഹാഗ്രന്ഥങ്ങൾ അയാൾക്ക് ജ്ഞാനോദയത്തിന് നിമിത്തമായി. ഇതിനിടയിൽ ബാങ്കർ സാമ്പത്തികമായി തകർന്നു. 15 കൊല്ലം പൂർത്തിയാകുന്നതിൻ്റെ തലേന്ന് രാത്രി തടവ് പുള്ളിയെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടെ ജയിലറയിലെത്തിയ ഈ ബാങ്കർ കണ്ട കുറിപ്പിലെ ഒരു ഭാഗമാണ് ഞാൻ മുകളിൽ പറഞ്ഞത് കേട്ടോ. നമുക്ക് അവസാനം ഒന്നുകൂടി കേൾക്കാതെ കേട്ടോ. ഒരിക്കൽ ഞാൻ സ്വർഗീയ ആനന്ദമെന്ന് കരുതിയ ആ 2 ലക്ഷം ഞാനിതാ വെറുപ്പോടെ ഉപേക്ഷിക്കുന്നു. എൻ്റെ അവകാശം ധ്വംസിക്കാൻ വേണ്ടി
വ്യവസ്ഥയിൽ പറയുന്ന സമയത്തിന് 5 മിനിറ്റ് മുമ്പായി ഞാനിതാ പുറത്തിറങ്ങുന്നു എന്ന വാക്കുകളോടെ അവസാനിക്കുന്ന ആ കുറിപ്പ് വായിച്ച് ഈ ബാങ്കർ വിങ്ങി വിങ്ങി കരയാണ്. എന്നിട്ട് തടവ് പുള്ളിയുടെ മൂർധാവിൽ ചുംബിച്ച ശേഷം പുറത്തേക്ക് പോവാണ്. കഥ നമ്മുടെ കാലത്തിന് നേരെ പിടിച്ച കണ്ണാടിയാണ് കേട്ടോ. അസത്യത്തെ സത്യമായും വൈരൂപ്യത്തെ സൗന്ദര്യമായും കാണുന്നത് ഈ കാലത്തിന്റെ സങ്കീർണമായ സമസ്യയാണല്ലോ, അല്ലേ? 10 വട്ടം ഒരു നുണ പറഞ്ഞാൽ സത്യമാകുമെന്ന് നമ്മൾ പറയുന്നു. ഒരു സർക്കുലർ ശരിയല്ലെന്ന് 1000 വട്ടം പറഞ്ഞാൽ ശരിയാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. നമുക്കും ആത്മാവിനേക്കാൾ ശരീരവും സ്വർഗത്തെക്കാൾ ഭൂമിയുമല്ലേ പ്രിയങ്കരം? ലോകത്തെ മാത്രം വായിക്കാതെ സ്വർഗത്തെ വായിക്കാൻ നാം ശ്രമിക്കുന്നുണ്ടോ? പഴകിപ്പോകാത്ത പണസഞ്ചികളും ചിൽ നശിപ്പിക്കാത്ത നിക്ഷേപങ്ങളും നമുക്ക് കൈവശമുണ്ടോ? ഇതോർത്തുകൊണ്ട് ആ വചനം ഒന്നുകൂടെ നമുക്ക് കേൾക്കാം ധ്യാനത്തോടെ. നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ എനിക്ക് വിജ്ഞാനം തന്നു. ആരെഴുതണേ? ബാങ്കറുമായിട്ട് പെറ്റുവെച്ച ആളാണ് കേട്ടോ. അവസാന പുസ്തകങ്ങൾ വായിച്ചിട്ട് അദ്ദേഹം നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ എനിക്ക് വിജ്ഞാനം തന്നു. മനുഷ്യന്റെ അക്ഷീണമായ ബുദ്ധി ശതാബ്ദങ്ങളായി സൃഷ്ടിച്ച ചിന്തകൾ മുഴുവൻ ഉരുളയായ എൻ്റെ തലച്ചോറിലുണ്ട്. ഞാൻ നിങ്ങളെല്ലാവരേക്കാളും സമർത്ഥനാണെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ നിങ്ങളുടെ ഈ ഗ്രന്ഥങ്ങളെല്ലാം വെറുക്കുന്നു. ലോകത്തിന്റെ അനുഗ്രഹങ്ങളെയും വിജ്ഞാന സഞ്ചയത്തെയും എല്ലാം വെറുക്കുന്നു. പണം എനിക്ക് വേണ്ടെന്ന് വെച്ചുകൊണ്ട് 5 മിനിറ്റ് മുമ്പ് ഞാൻ തടവ് ചടാൻ പോകുന്നത്. സകലത് ശൂന്യമാണ്, സകലത് ശുഷ്കമാണ്, സ്വപ്നാത്മകമാണ്, മരീചിക പോലെ മായാമയം. നിരത്ര ബുദ്ധിമാനായാലും അഹംഭാവിയായാലും സുന്ദരനായാലും എലി മണ്ണിനെന്ന പോലെ മരണം നിന്നെയും എന്നെയും ഈ ഭൂമുഖത്ത് നിന്ന് തൂത്തെറിയും. നിങ്ങളുടെ ഭാവി പരമ്പരയും നിങ്ങളുടെ ചരിത്രവും നിങ്ങളുടെ പ്രതിഭാശാലിയുടെ അമരത്വവും എല്ലാം കൽക്കൊരി കൊള്ളി പോലെ കത്തിച്ചാമ്പലായി പോകും. നിങ്ങൾക്ക് ഭ്രാന്താണ്. നിങ്ങൾ തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞു. നിങ്ങൾ അസത്യത്തെ സത്യമായും വൈരൂപ്യത്തെ സൗന്ദര്യമായും കാണുന്നു. ആപ്പിൾ മരങ്ങളും മധുര നാരകങ്ങളും പെടുന്നനെ തവളകളെയും ഓന്തുകളെയും കായ്ക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ അത്ഭുതപ്പെടില്ലേ? റോസാ പുഷ്പങ്ങൾക്ക് കുതിര വിയർപ്പിന്റെ ഗന്ധമാണെങ്കിൽ നിങ്ങൾ അത്ഭുതപ്പെടില്ലേ? അതുപോലെ സ്വർഗത്തിന് പകരം എന്തിന് നിങ്ങൾ ഭൂമി മാത്രം മതിയെന്ന് പറയുന്നു. നിങ്ങളെപ്പറ്റി ഞാൻ അത്ഭുതപ്പെടുന്നു. എനിക്ക് നിങ്ങളെ മനസ്സിലാക്കേണ്ട, എനിക്ക് ഒന്നേ ആവശ്യമുള്ളൂ, വചനഗ്രന്ഥം. വചനോപാസനയിലേക്ക് നമ്മൾ കടക്കാണ് കേട്ടോ. വചനോപാസനയിലേക്ക് നമ്മൾ കടക്കാണ്. കർത്താവേ, നിന്റെ ഗ്രന്ഥം വായിക്കാൻ, പഠിക്കാൻ, ധ്യാനിക്കാൻ, ജീവിതത്തിൽ ചിലപ്പോൾ കുറച്ചെങ്കിലും വ്യത്യാസങ്ങൾ വരുത്താൻ എനിക്ക് നീ കൃപ ചെയ്യണം ഈശോയെ. 105 ദിവസങ്ങൾ ചെലവഴിക്കുകയാണ്. സാത്താൻ വിറകൊള്ളുന്നത് വചനത്തിന്മേലാണ്. സാത്താൻ വിറകൊള്ളുന്നത് പരിശുദ്ധ അമ്മയുടെ ജപമാലയിൽ മേലാണ്. സാത്താൻ വിറകൊള്ളുന്നത് വിശുദ്ധ ജലത്തിന്മേലാണ്. അതിലേറ്റവും ശ്രേഷ്ഠം വചനം. കാരണം അത് ദൈവമാണ്. ദൈവമാണ്. ആ ദൈവത്തെ വായിച്ച് പഠിച്ച് അറിഞ്ഞ് ധ്യാനിച്ച് ഈശോ എൻ്റെ ജീവിതത്തിൽ സ്വല്പമെങ്കിലും വ്യത്യാസം വരുത്താൻ എനിക്ക് കൃപ ചെയ്യണമേ. അങ്ങനെ ഈ വചനോപാസന ദിവസങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേ
ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങളേ. നിത്യസ്തുതിക്കർഹമായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് സദാകാലവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകണേ നിത്യവും. ഉണ്ടാകണേ